Hi dears, welcome back. ഇന്ന് Geode തീമിൽ ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ 1 കപ്പിൽ 1/4 കപ്പ് എടുക്കാതെ 1/2 കപ്പും പിന്നെ 1/4 കപ്പും ആയിട്ട് 1/4 കപ്പ് മൈദ അങ്ങനെ എടുത്താൽ മതി. ഇനി അതിൽ നിന്നൊരു 2.5 ടേബിൾ സ്പൂൺ മൈദ അങ്ങ് മാറ്റിയിട്ട് അതിന് പകരമായിട്ട് 2.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കൊക്കോ പൗഡർ ഇതാണ്. ഇത് നല്ല ഡാർക്ക് കളർ കൊക്കോ പൗഡർ ആണ്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം ഒന്ന് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു 3 മീഡിയം സൈസിലുള്ള മുട്ട എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം എഗ് വൈറ്റിലേക്ക് അല്പം ഉപ്പിട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എഗ് വൈറ്റിൽ യോക്കിൻ്റെ അംശമൊന്നും പെടാതെ വേണം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ. എന്നാലേ നല്ലപോലെ നമുക്ക് ബീറ്റ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ എഗ് വൈറ്റ് നന്നായിട്ട് പതഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് യോക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ യോക്ക് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആയ ശേഷം അടുത്ത യോക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ മുഴുവൻ യോക്കും ചേർത്ത ശേഷം വീണ്ടും ഒരു 1-2 മിനിറ്റോളം ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർക്കുമ്പോൾ ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നേരത്തെ അരിച്ചിട്ടുള്ള ഫ്ലോർ കുറച്ചായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലോർ ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഇടവിട്ടിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു പാത്രം 10 മിനിറ്റ് മുമ്പേ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ബേക്കായി കിട്ടുള്ളൂ. അപ്പോൾ സിമ്മിലിട്ടിട്ട് വെച്ച് കൊടുത്താൽ മതി. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ കേക്കിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു 6 ഇഞ്ചിൻ്റെ ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് ഈ ഒരു 6 ഇഞ്ച് പാനിൽ ബേക്ക് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് പൊങ്ങിയിട്ട് വരും. അപ്പോൾ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ടോപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വെച്ചിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം അടുത്ത ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഇട്ട് മിക്സ് ചെയ്യാതെ വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അത് പൊങ്ങി കിട്ടുള്ളൂ. അങ്ങനെ 2 ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒഴിച്ച ബാറ്റർ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് അത് അല്പം ഹൈറ്റ് ഉണ്ട്. രണ്ടാമത് ഒഴിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയ ശേഷം രണ്ടും 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 7 ഇഞ്ച് പാനിൽ ഒറ്റ ടൈമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഗനാഷ് തയ്യാറാക്കാൻ വേണ്ടി 100 ഗ്രാം കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കപ്പിലാണെങ്കിൽ ഒരു 1/4 കപ്പാണുള്ളത്. അതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഡയറക്റ്റ് ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെൽറ്റ് ചെയ്ത ശേഷം ഒന്ന് അരിച്ചും കൂടി വെക്കാം. എന്നിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഇവിടെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഗനാഷും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗനാഷിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയ ശേഷം വേണം ക്രീമിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇത് ബീറ്റായി കിട്ടില്ല, മെൽറ്റായി പോവുകയാണ് ചെയ്യുക. അപ്പോൾ കേക്ക് ഇവിടെ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/3 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ഒന്ന് തിളപ്പിച്ച ശേഷം ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ഗനാഷും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അതിന് മുകളിൽ 1 ടേബിൾ സ്പൂൺ ഗനാഷും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. ലാസ്റ്റ് ലെയർ കേക്കും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെറ്റ് ചെയ്തിട്ട് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ക്രം കോട്ട് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം കട്ടിയിൽ തന്നെ ബാക്കിയുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കേക്ക് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ഇവിടെ ഏകദേശം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 1 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഗനാഷ് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അപ്പോഴേക്ക് ഗനാഷ് അല്പം തിക്കായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത ശേഷം ബാക്കിയുള്ളതിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഗനാഷൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കട്ട് ചെയ്യാനുള്ള പോർഷൻ ആദ്യം ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ജിയോയിഡ് എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഭൂമിയുടെ അകത്തുള്ള ക്രിസ്റ്റൽസൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു റോക്കാണ്. അപ്പോൾ ആ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ഇതേപോലെ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ആ കട്ട് ചെയ്ത പോർഷനിൽ കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം കവർ ചെയ്യുന്ന സമയത്ത് ആ ഗനാഷിലൊന്നും തട്ടാതെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നിങ്ങൾക്ക് 1-2 സ്ഥലത്തൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ജിയോയിഡ് തീമിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്ഥലത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി അതിനുള്ളിലായിട്ട് കുറച്ച് അനാറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ ഇത് ഐസോമാൾട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് അനാർ വെച്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റിലായിട്ട് ബ്രഷ് വെച്ചിട്ട് കുറച്ച് ക്രീമും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് കോപ്പർ ഡസ്റ്റിൽ ലെമൺ ജ്യൂസ് മിക്സ് ചെയ്തിട്ട് ആ ക്രീമിന് ചുറ്റിലായിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിന് മുകളിൽ വെക്കാനുള്ള ഡെക്കറേഷനായിട്ട് ചെയ്യുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ചൊന്ന് ഡാർക്ക് കളറും പിന്നെ കുറച്ച് കോപ്പർ ഡസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഇതൊരു ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇത് സിലിക്കോൺ മാറ്റിലാണ് ചെയ്തെടുക്കേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ സിലിക്കോൺ മാറ്റ് ഇല്ല. ബട്ടർ പേപ്പറിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിത് ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒരു ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇത് പെട്ടെന്ന് സെറ്റാവുന്ന ഒന്നാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഐസോമാൾട്ട് വെച്ചിട്ടാണ് കാരമൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കളർ മിക്സ് ചെയ്തതാണ്. ഗോൾഡൻ കളർ മതിയെങ്കിൽ അതാണ് നല്ലത്. ഇനി അതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ആ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ആ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ എൻ്റെ ഈ സൈഡിലുള്ളതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതിന് മുകളിൽ കുറച്ചൊന്ന് വെള്ളം നനച്ച് കൊടുത്തിട്ട് ആ ബട്ടർ പേപ്പർ ഒന്ന് കുതിർന്ന് കഴിഞ്ഞാൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് മെല്ലെ മെല്ലെ അങ്ങ് പൊക്കിയെടുത്താൽ മതി. സിലിക്കോൺ മാറ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം കുറച്ച് ഇതേപോലെ ചോക്ലേറ്റ് ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കോപ്പർ ഡസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് മെൽറ്റ് ചെയ്ത ശേഷം നമുക്ക് കയ്യിൽ ഇതേപോലെ ചൂടാറിക്കഴിഞ്ഞാൽ
ഉരുട്ടിയെടുക്കാൻ പാകത്തിനാവും. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തതാണ്. ഇത് കേക്കിന് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് ബേസിൻ്റെ വെയിറ്റ് കൂടാതെ 830 ഗ്രാമാണ്. അപ്പോൾ 1 kg ചോക്ലേറ്റ് ട്രഫിൾ കേക്കിന് 700 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.